മക്കളെ, നിങ്ങൾ ഈ പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ആ വേർഡ് കേട്ടിട്ടില്ലെങ്കിലും പക്ഷെ ആ ഒരു കാര്യം നിങ്ങളുടെ ഒരു 99% ആൾക്കാർ ചെയ്യാറുണ്ട്. നിങ്ങൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഇങ്ങനെ നീട്ടിക്കൊണ്ടുവന്ന പരിപാടിനെയാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുക. അല്ല, ഒരു കാര്യം ചെയ്യാതെ ഇങ്ങനെ നീട്ടി വെക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ പഠിപ്പിൻ്റെ കാര്യത്തിൽ അല്ലേ. അപ്പം നിങ്ങളിപ്പോൾ മനസ്സിലുണ്ടാവും പഠിക്കണം എന്ന്, പക്ഷെ എങ്ങനെ വിചാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കുക, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പഠിക്കുക, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പഠിക്കുക, അല്ലെങ്കിൽ എന്താ ഒരു 6 മണിക്ക് ഞാൻ പഠിക്കും. അല്ല വേണ്ട, ചോറ് കഴിച്ചിട്ട് പഠിച്ചാലോ, ചായ പിടിച്ചിട്ട് പഠിക്കുക അല്ലേ. ഇപ്പം എന്തായാലും ചോറ് കഴിച്ച് ഇനിയിപ്പോൾ ചായയും കൂടെ കഴിച്ചിട്ട് പഠിക്കുക. അങ്ങനെ ഇങ്ങനെ ഒരു കാര്യത്തെ എങ്ങനെ നീട്ടി വെച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട അല്ലേ. ഈ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് ഒഴിവായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങളിൽ പലരും അല്ലേ. അങ്ങനെയാണ് നിങ്ങൾ കമൻസിൽ പറയാം. നിങ്ങൾ എത്ര പേര് ആത്മാർത്ഥമായിട്ട് ഇതൊന്ന് ഓവർകം ചെയ്യണം, അല്ലെ ഈ ഒരു രീതി ഒന്ന് മാറ്റിയെടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ട ട്രിക്സ് ആണ് മിസ് ഇനി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഹൗ ടു സ്റ്റോപ്പ് പ്രൊക്രാസ്റ്റിനേറ്റിംഗ് എന്നാണ് മിസ് പഠിപ്പിക്കാൻ പോകുന്നത്, അല്ലെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് നല്ലൊരു കാര്യമല്ല എന്നുള്ളത്. പക്ഷെ ഇനി നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പഠിക്കാനുണ്ട്, പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഇനി നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ നിങ്ങൾ ആ നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് പഠിക്കാനുള്ളതെന്നാണെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന ആക്ടിവിറ്റി അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ്, അതിന് 3-2-1 മെത്തേഡ് എന്ന് പറയും കേട്ടോ. ഈ മിസ് ഈ പറയുന്ന മെത്തേഡിനെ 3-2-1 മെത്തേഡ് എന്നാണ് പറയാം. അപ്പം നിങ്ങൾ ആ കാര്യം മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ച് 3 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് ഈ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യം ഇപ്പം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന് ആദ്യം കൂടി ചിന്തിക്കുക. എന്നിട്ട് ഇതിന് എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾ തന്നെ ഒരു 3 മിനിറ്റ് സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നിങ്ങളുടെ മൈൻഡ് ഒന്ന് സെറ്റാക്കുക. ഓക്കെ, പഠിക്കാൻ വേണ്ടി ഓക്കെയാണ്, സെറ്റാണെന്ന് ആലോചിച്ച് സെറ്റാക്കി വെക്കുക. ഓക്കെ, ദെൻ 2 മിനിറ്റ്, പിന്നെയുള്ള 2 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കുക കേട്ടോ. അതായത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾ സെറ്റാക്കി വെച്ചിരിക്കണം. ദെൻ 1 മിനിറ്റ്, ഇനിയുള്ള 1 മിനിറ്റ് നിങ്ങൾ എന്താ വെച്ചാൽ ഒക്കെ കാര്യങ്ങൾ സെറ്റാണ്, പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എത്ര മണിക്കൂർ അല്ലെങ്കിൽ എന്താണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, ഞാൻ ഇന്ന് എന്ത് പഠിച്ച് കഴിഞ്ഞിട്ടേ എണീക്കും എന്ന് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. ഞാൻ ഇന്ന് എന്ത് കവർ ചെയ്യും എന്ന് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് റെഡി ആവുക. ഓക്കെ, എന്നിട്ട് പിന്നെ ഒരൊറ്റ സ്റ്റെപ്പുള്ളൂ പഠിക്കാൻ തുടങ്ങുക എന്നുള്ളത്. പിന്നെ നിങ്ങൾ അങ്ങ് പഠിക്കാൻ വേണ്ടി ഇരുന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ ഒരു ട്രിക്കിലൂടെ അല്ലെ ഈ ഒരു രീതി 3-2-1 മെത്തേഡ് ഫോളോ ചെയ്യുന്നതിലൂടെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നതാണ്. ഇത് മിസ് പറഞ്ഞതല്ല, സയൻറ്റിഫിക്കലി ഉള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെ തോന്നുന്ന സമയത്ത് ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടെ പറയാം.